ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് സ്റ്റേ ചെയ്തത്. വന്നിട്ട് ടെൻ്റ് അടിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ക്യാബിൻ പോലെ അങ്ങനത്തെ ഫെസിലിറ്റി ഈ ഹോളിഡേ പാർക്കിലുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. കാറ് ഞങ്ങളിത് ഇവിടെ പാർക്ക് ചെയ്ത്, ഇവിടെ പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. ഓരോ ക്യാബിന് അടുത്തായിട്ടും ഒരു പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. പിന്നെ ക്യാബിൻ റൂംസ് ആണ് ബുക്ക് ചെയ്തത്. ഫാമിലി ക്യാബിൻ 1. അത്യാവശ്യം ബേസിക് സൗകര്യങ്ങളാണുള്ളത്. ഒരു ഡബിൾ ബെഡ് ഉണ്ട്, ഒരു ബങ്ക് ബെഡ് ഉണ്ട്, പിന്നെ ഒരു ടേബിള്, അത്യാവശ്യം ചെയർ, ഡസ്റ്റ്ബിന്ന്, ഫ്രിഡ്ജിനകത്ത് TV ഉണ്ട്, ഫ്രിഡ്ജിനകത്ത് പാലുണ്ടായിരുന്നു, ഒരു 1/4 ലിറ്റർ പാലുണ്ടായിരുന്നു, കോഫി, ഷുഗർ, കെറ്റിൽ, ഇത് അത്യാവശ്യം വേണ്ട കട്ട്ലറീസ്, ടവൽ, ടീ ടവൽ, അങ്ങനെ എല്ലാം വേണ്ട ഉണ്ടായിരുന്നു. ഒരു രാത്രിയിലേക്ക് കിടക്കാൻ വേണ്ട എല്ലാം ഉണ്ടായിരുന്നു. സുഖമായിരുന്നു. വിൻഡോസ് തുറന്നിട്ടാണ് കിടന്നത്, അതുകൊണ്ട് നല്ല കൺവീനിയൻ്റ് ആയിരുന്നു. രാത്രി നല്ല ബീച്ചിൻ്റെ സൗണ്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്. നല്ല സുഖം ഉറക്കം കിട്ടിയത് കാരണം തന്നെ. ഞങ്ങൾ ഈ വാലേ നടന്നു പോകുന്നത് ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്, വെയിൽ വാച്ചിങ്. ഞങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ഓഫ് ദ ട്രിപ്പ്. അപ്പോൾ രാവിലെ ക്യാബിൻ ചെക്കൗട്ട് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഒരു ബസ്സും പിടിച്ച് നേരെ പോയത് കൈക്കുറ വെയിൽ വാച്ചിൻ്റെ അവരുടെ ഓഫീസിലേക്കാണ്. അവിടെ ചെന്ന് ചെക്ക്-ഇൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളൊരു ബസ്സിൽ കൂട്ടിക്കൊണ്ട് ഈ ഒരു സ്പീഡ് ബോട്ടിൻ്റെ അടുത്തെത്തി. എല്ലാവരോടും അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 ബസ്സസിലായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ബോട്ടിനകത്ത് കയറി ഇരിക്കുവാണ്. ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഇത്രയും വെയിൽസിനെ നമുക്ക് കൈക്കുറയിൽ കാണാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 2 കൊല്ലമായി ന്യൂസിലൻഡിൽ താമസിക്കുന്നെങ്കിലും ഇവർ പറയുന്ന ചില ഇംഗ്ലീഷൊന്നും ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നില്ല കേട്ടോ. എന്തായാലും ഇതിനകത്ത് 2 എണ്ണത്തിനെ ഞങ്ങൾ ഇത്തവണ കണ്ടു. ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. ആഴക്കടലിൽ പോയി വെയിലിനെ തപ്പാൻ വേണ്ടി ബോട്ടും ഓഫാക്കി കാത്തു കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തെക്കോട്ട് നോക്കുന്നു, വടക്കോട്ട് നോക്കുന്നു, കീഴോട്ട് നോക്കുന്നു, മേപ്പോട്ട് നോക്കുന്നു. എവിടെ നോക്കിയിട്ടും വെയിലിനെ കാണാൻ പറ്റുന്നില്ല. ഒരു നിമിഷം തോന്നിപ്പോയി നമ്മൾ മുടക്കിയ പൈസയൊക്കെ വേസ്റ്റായി, നമുക്കിനി ഒന്നിനെയും കാണാൻ പറ്റാതാവുമോ എന്നൊക്കെ തോന്നിപ്പോയി. എന്താ പറയുക, ഇങ്ങനെ ഓഫാക്കി ഇങ്ങനെ കുറേ നേരമായിട്ട് കിടക്കുവാണ്, ഒന്നിനെയും കാണാൻ പറ്റാതെ. പരപരാ കിടക്കുമല്ലേ കടലിങ്ങനെ. അങ്ങനെ വെയിലിനെ നോക്കി തളർന്നിരിക്കവേ ഞങ്ങളെ ഒന്ന് കുളിർപ്പിക്കാനായിട്ട് ഒരു സീല് പ്രത്യക്ഷപ്പെട്ടു. ആദ്യമായിട്ട് ആ സീലിനെ കാണുന്നതുകൊണ്ട് എന്തൊരു കുളിർമയായിരുന്നെന്നറിയാമോ കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാപ്റ്റൻ എവിടെ നിന്നോ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്, അങ്ങെങ്ങാണ്ടൊരു വെയിലുണ്ടെന്ന്. പിന്നെ ഒരു പറപ്പിക്കലല്ലായിരുന്നോ, ഞങ്ങൾ പറന്നു പോകാത്ത ഞങ്ങളുടെ ഭാഗ്യം. എന്തൊരു സ്പീഡായിരുന്നു അത്. ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ റോളർ കോസ്റ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. പറക്കുമല്ലായിരുന്നു. അങ്ങനെ തെക്കോട്ടും വടക്കോട്ടും 2-3 കറക്കം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒടുവിൽ കണ്ടു ഒരെണ്ണത്തിനെ. ആഹാ, അന്തസ്. നമുക്ക് വെള്ളം ചീറ്റിക്കുന്നത് മൊഹിയോ എന്നൊരു കാറ്റഗറി വെയിലാണിത്. കുറച്ചധികം കഷ്ടപ്പെട്ട് ഞങ്ങളതിനെ കണ്ടെത്താനായിട്ട്. ഇതുങ്ങൾ 45 മിനിറ്റ് ഡൈവ് ചെയ്യും, എന്നിട്ട് പിന്നെ അടുത്തൊരു 10-15 മിനിറ്റ് മേളിൽ ഇതുപോലെ വന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. മെയിൻലി എന്താ പറയുക, മറ്റേ വിസർജ്യം കളയാനും ഒക്കെയാണ് വന്ന് മേളിൽ വന്ന് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. താഴത്തെ പ്രഷർ കാരണം താഴെ അവർക്കത് പറ്റില്ല. പിന്നെ ഓക്സിജനൊക്കെ എടുക്കാനായിരിക്കും. കുറേയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. വിസർജ്യത്തിൻ്റെ മാത്രം കാര്യം ഞാൻ കറക്റ്റായിട്ട് കേട്ടോ. നല്ല രസമായിരുന്നു ഇതിങ്ങനെ നമ്മൾ നേരിട്ട് ആ വെള്ളം ചീറ്റുന്ന അത് കാണാനായിട്ടേ. ഇതിന് ദൂരെ നിന്നാണ് കേട്ടോ കാണുന്നത്. ഇത് തന്നെ നമുക്ക് ഹെലികോപ്റ്റർ റൈഡും ഉണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ ആണ് കിട്ടുന്നത്. അടുത്ത തവണ പോകുമ്പോൾ അത് ബുക്ക് ചെയ്യണമെന്ന്. എനിക്കിതിനിടയ്ക്കുള്ളൊരു ഡൗട്ടായിരുന്നു, എങ്ങനെയാണ് ഈ ക്യാപ്റ്റൻ അറിയുന്നത് ഇവിടെ വെയിലുണ്ടെന്ന്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഇനി കാണാൻ പോകുന്ന ആ ഒരു കൊച്ചു ബോട്ട്. ഇത് ഇവരിൽ റിസർച്ച് നടത്തുന്ന ആൾക്കാരാണ്. ഇവരാണ് വെയിൽ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഈ വലിയ സ്പീഡ് ബോട്ടുകാരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അവരൊരു റിസർച്ച് ഗ്രൂപ്പ് ഉണ്ട് അവിടെ. കൈക്കുറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരത്തിനോട് അടുത്ത് തന്നെയാണ് ഡീപ് സീ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ബോട്ടിലാണെങ്കിലും ഒത്തിരി ദൂരം പോവണ്ട ആഴക്കടലെത്താനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വെയിൽ ഇതുപോലെയുള്ള ഇതിനെ നമുക്ക് കാണാൻ പറ്റുന്നത്, തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റുന്നത്. ഇതുപോലത്തെ 3 പ്ലേസസാണ് വേൾഡിലുള്ളതെന്നാണ് അവർ പറഞ്ഞത്. Here comes the wonderful scene of the day. Yep, this is it, folks.
So he's going to come up for one last breath here. He's going to throw a big tail. So get your cameras up and ready. In 3, 2, 1. Wow. Absolutely beautiful, folks. ഇതിനിടയ്ക്ക് നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ ഒരാളൂടെ വന്നു, ഒരു ബ്ലൂ ഷാർക്ക്. നമ്മൾ രണ്ടാമതൊരു വെയിലിനെ കൂടെ കണ്ടു. അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ ബ്ലൂ ഷാർക്ക് ഉണ്ടായിരുന്നത്. അമേസിങ് ആണ് കേട്ടോ, എന്ത് ഭംഗിയെന്നറിയാം വീഡിയോയിൽ. പക്ഷേ ആ ബ്ലൂനെസ് കാണാൻ പറ്റുന്നില്ല, ബട്ട് അമേസിങ് ബ്ലൂ ആയിരുന്നു. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്, റിയലി അമേസിംഗ്, അമേസിംഗ്. റോഡ് ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ ഞങ്ങൾ വെയിൽ വാച്ചിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളുടെ ടെൻറ്റ് സെറ്റ് ചെയ്യുകയാണ്. ഇന്നലെ ഞങ്ങൾ ചടന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാബിനിലായിരുന്നു ഫസ്റ്റ് ഡേ കിടന്നത്. അപ്പോൾ ഇന്നലെ കാരണം നമ്മൾ ലേറ്റ് ആയിട്ട് വന്നിട്ട് ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസഡ് എംപയറിൻ്റെ ഓട്ടോ പോപ്പപ്പ് ടെൻറ്റാണ്. നമുക്ക് പോളിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആ എയർ നിറച്ച് കഴിഞ്ഞാൽ ഒരു മെയിനായിട്ടുള്ള സ്ട്രക്ചർ ആർച്ച് പൊങ്ങി വരും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ബാക്കിയെല്ലാം വലിച്ചു കെട്ടി ചെയ്താൽ മതി. അല്ല നമ്മൾ ഓരോന്നും പോള് ശരിയാക്കി കുത്തേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു കൺവീനിയൻസ്. ഇപ്പോൾ 6% ടെൻ്റാണ് വാങ്ങിച്ചേക്കുന്നത്. ഏകദേശം ഒരുവിധം കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് മിസ്സിംഗ് ഒക്കെ ഉണ്ടായി. പക്ഷേ ഞങ്ങളത് ഒരുവിധം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ മഴ കാണുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം എങ്ങനെയുണ്ട് മഴയൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാം. ജസ്റ്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളൂ, ഒന്നും ഇതായിട്ടില്ല. വാരി വലിച്ച് വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ബെഡ് ഇട്ടു, ഇൻഫ്ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ് വിരിച്ചിട്ടു. അത് ഒരെണ്ണം ഇൻഫ്ലൈറ്റഡ് ആയി, ഒരു ഡബിളും ഒരു സിംഗിളും ആണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഒരെണ്ണം ഓൾമോസ്റ്റ് ഇൻഫ്ലൈറ്റഡ് ആയി, ഒരെണ്ണം ഇൻഫ്ലൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കംപ്ലീറ്റ്ലി ഒരു പെർഫെക്റ്റ് ഷേപ്പ് ആയി കഴിയുമ്പോൾ നമുക്കത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും. പിന്നെ നമ്മൾ അടുത്ത് നെക്സ്റ്റ് അത് ഊരി കഴിഞ്ഞാൽ അത് ഏറെ പൊക്കോളും. അങ്ങനെയാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വെക്കണം. ക്യാമ്പിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് പവർ ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പവർ എടുത്ത് നമുക്ക് ടെൻറ്റിലേക്ക് യൂസ് ചെയ്യാം. ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന എക്സ്റ്റൻഷൻ അതിൻ്റെ ഈ ടൈപ്പ് അല്ല. സോ ഇതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഞങ്ങൾക്കത് മാറിപ്പോയി. അപ്പോൾ ഞങ്ങൾ വേറൊരു ടൈപ്പ് എക്സ്റ്റൻഷനാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വേറെ എവിടെയെങ്കിലും കിട്ടാൻ പറ്റുമോ നോക്കുവാണ്. ഇതെന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടറാണ്. യൂഷ്വലി ക്യാമ്പർ വാനൊക്കെ പാർക്ക് ചെയ്യുവാണെങ്കിൽ അവർ കണക്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെയാണ്. ഇതൊരു ടേബിളുണ്ട് വിത്ത് ബെഞ്ച്. വേണമെങ്കിൽ നമ്മുടെ ടേബിൾ എടുക്കണോ വേണോ നിർബന്ധമല്ല. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തേക്കുന്നു. ഒരു നൈസ് ആൻഡ് ലൊക്കേഷൻ. ബാത്റൂം തൊട്ടപ്പുറത്താണ്. നൈസ് ഷെയർഡ് ബാത്റൂം. ലോണ്ടറി ഉണ്ട്, ലോണ്ടർ ബോക്സ് ഉണ്ട് അവിടെ തന്നെ. കിച്ചൺ അടുത്തുണ്ട്, കിച്ചൺ ഡൈനിങ് ഏരിയ ഉണ്ട്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കും ഹോട്ടഡ് സ്വിമ്മിംഗ് പൂളുണ്ട്, ഹോട്ട് ടബ് ഉണ്ട്, പ്ലേ ഏരിയ ഉണ്ട്. എൻ്റെ മൂത്തവൻ ഞാൻ ഇവിടെ വന്നിട്ട് പ്ലേ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ ഒരു വലിയ ബലൂണോ എന്തുകൊണ്ട് അത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ. അപ്പോൾ ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ള ഫുഡൊന്ന് സെറ്റാക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ക്യാമ്പിൽ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. വൺ ഓഫ് ദ ആക്ടിവിറ്റീസ് ആണ് ഈ സാധനം. ഹയർ ചെയ്യാൻ ഇവിടെ കിട്ടുന്നതാണ്. $5 ഫോർ ഹാഫ് ആൻ അവർ. ചേട്ടൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഇതിൽ 2 പേർക്ക് ഇരിക്കാവുന്നതുകൊണ്ട്. ചേട്ടൻ എന്നോട് അടുത്തേക്ക് വന്നത് റൈഡിന് പോകാൻ വേണ്ടി. സൈക്കിൾ ഓട്ടുന്ന കേട്ടോ മെക്കാനിസം. This way.